ഹായ് ഹലോ വെൽക്കം ടു അനദർ വീഡിയോ. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടല്ലേ. ആക്ച്വലി വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസും റെനോവേഷൻ വർക്കും ഒക്കെ നടക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് റെഗുലറായിട്ട് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും ഒന്നും പറ്റുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ദിവസത്തിനിടയിൽ നമുക്കൊരു ദിവസം ഒഴിവ് കിട്ടി. ഐ മീൻ ഒരു ഈവനിങ് കുറച്ച് ഫ്രീ ആയി കിട്ടി. അപ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സമ്മർ വെയർ മേടിക്കണം. അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ഷോപ്പിങ്ങിന് പോവാണ്. ജോലി കഴിഞ്ഞ് ഈവനിങ് ഇറങ്ങി ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പോവാണ്. അതുപോലെ തന്നെ വീട്ടിലെ ആ ഒരു റെനോവേഷൻ വർക്കിന് വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ പർച്ചേസും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കണം. അപ്പം അങ്ങനത്തെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് നമ്മൾ ഈവനിങ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ ഓർത്തു, എപ്പോഴും എനിക്ക് വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ഡ്രസ്സ് മേടിക്കുന്നത് എവിടെ നിന്നാണെന്നൊക്കെ. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അങ്ങനൊരു ഷോപ്പിംഗ് ഡേ ആണല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു ദ വീഡിയോ. കോട്ടയംകാർക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാട്ടോ ഈ സി എ ആൻ്റണി. നമ്മുടെ ഈ ടെറാക്കോട്ട ഐറ്റംസ് ഒക്കെ ഒരുപാടുണ്ട്. അതായത് റൂഫിംഗ് ടൈൽസ് ആണെങ്കിലും ഫ്ലോർ ടൈൽസ് ആണെങ്കിലും ഒക്കെ പല വെറൈറ്റീസ്, അതുപോലെ ജാളി അങ്ങനെ. അപ്പം നമ്മളിവിടെ വന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഞങ്ങളുടെ ഓപ്പൺ ടെറസിലൊന്ന് ടൈൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ടെറാക്കോട്ട ടൈൽസ്, അതിൻ്റെ റേറ്റ്, സൈസ്, അവൈലബിലിറ്റി ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു നമ്മൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുറ്റി നടന്ന് കാണാൻ കുറേ കാര്യങ്ങൾ, പല തരം ഡിസൈൻസിലൊക്കെയുള്ള ഒത്തിരി ടെറാക്കോട്ട ഐറ്റംസ് ഉണ്ട്. അപ്പം ഞാൻ ചുമ്മാ ദർശന സുഖത്തിന് വേണ്ടി എല്ലാം ഒന്ന് കണ്ടു എന്ന് മാത്രം. ഇനി നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടി തന്നെയാണ് പോകുന്നത്, എൻ്റെ സമ്മർ വെയർ ഷോപ്പിംഗ്. ഇത്തവണ ഞാൻ മാക്സിലാണ് പോകുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇതുവഴി പോയപ്പോൾ അവർ കുറേ അധികം കാര്യങ്ങൾ ഡിസ്പ്ലേയിൽ ഇട്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടായി. അപ്പോൾ എനിക്ക് പ്യുവർ കോട്ടൺ കോട്ട് സെറ്റ് അല്ലെങ്കിൽ കുർത്ത അങ്ങനെ ഒക്കെയാണ് ശരിക്കും വേണ്ടത്. ഈ ഒരു സമ്മർ സീസൺ സഹിക്കാൻ വയ്യാത്ത ചൂടായതുകൊണ്ടേ സാരിയും അല്ലെങ്കിൽ നോർമൽ നമ്മുടെ സൽവാറും ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയർ ഇതുപോലെ തന്നെ സമ്മർ വെയർ തന്നെ ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ ബേസിക്കലി റണ്ണിങ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ റെഡിമെയ്ഡായിട്ട് ഇവിടെ ഉള്ളത് കൊണ്ട് എന്നാൽ പിന്നെ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചെണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും, പിന്നെ ട്രൈ ഔട്ട് ചെയ്യും. എന്നിട്ട് ഫിറ്റിംഗ് എല്ലാം ഓക്കെയാണ്, എനിക്ക് ചേരുന്നുവെങ്കിൽ എടുക്കും. എനിക്ക് ഒരുപാട് സമയമൊന്നും അങ്ങനെ ഷോപ്പിങ്ങിന് വേണ്ട. ഇഷ്ടപ്പെടുന്നു, എടുക്കുന്നു, ട്രൈ ചെയ്യുന്നു, സൈസും ഫിറ്റിങ്ങും എല്ലാം ഓക്കെ ആണെങ്കിൽ എടുക്കുന്നു, അത്രയേ ഉള്ളൂ. വെരി ക്വിക്ക് പ്രോസസ്സാണ് എൻ്റെ ഷോപ്പിംഗ്. ഇഷ്ടമല്ലെങ്കിൽ എടുക്കത്തുമില്ല. അങ്ങനെ ഞാൻ യൂഷ്വലി ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ കോട്ടയത്ത് ഷീമാട്ടി, നർമ്മദ, പുളിമൂട്ടിൽ, മിലാനോ എന്ന് പറഞ്ഞിട്ടൊരു ബുട്ടീക്കുണ്ട് CMS കോളേജ് റോഡിൽ, പിന്നെ റിലയൻസ്, അതുപോലെ മാക്സ്. വളരെ റെയറായിട്ട് സ്റ്റുഡിയോയിലൊക്കെ പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും എൻ്റെ റെഗുലർ ആയിട്ടുള്ള ഷോപ്പിംഗ് എല്ലാം നടക്കുന്നത് ഈ 6 കടയിൽ എവിടെന്നെങ്കിലുമൊക്കെ ആയിരിക്കും. എൻ്റെ കയ്യിലുള്ള ഒട്ടുമിക്ക സാരീസും സൽവാർ മെറ്റീരിയൽസും അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസും എല്ലാം തന്നെ ഇവിടെ നിന്നായിരിക്കും. ഇനി അതല്ലാതെ ഉള്ളതൊക്കെ ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റഗ്രാം സൈറ്റിൽ നിന്നോ വളരെ റെയറായിട്ട് മാത്രം ഞാൻ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഷോപ്പിംഗ് രീതി ഇപ്പോഴും ഒരു ഓൾഡ് സ്കൂളാണ്. എനിക്കിവിടെ വന്ന് ആ തുണി ഇങ്ങനെ കണ്ട് തൊട്ടും തലോടിയും ഇട്ടുമൊക്കെ നോക്കി തന്നെ വേണം ഷോപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കത് ഡ്രസ്സ് എടുക്കാൻ. അതാണ് എനിക്കിപ്പോഴും ഇഷ്ടം. അതിൽ കിട്ടണ ഒരു സുഖവും ഒരു കംഫർട്ടും എനിക്കിപ്പം ഇപ്പോഴും ലൈക്ക് ഓൺലൈൻ ഷോപ്പിങ്ങിൽ കിട്ടിയിട്ടില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ കിട്ടുമായിരിക്കും, അറിയില്ല. അപ്പോൾ എന്തായാലും പലപ്പോഴും നിങ്ങൾ എൻ്റെ ഡ്രസ്സിൻ്റെ ലിങ്ക് ചോദിക്കും. എനിക്കത് തരാൻ പറ്റാത്തതിൻ്റെ പ്രധാന റീസൺ ഇതാണ്. ഞാനിതിങ്ങനെ കടയിൽ വന്ന് തന്നെയാണ് ഷോപ്പ് ചെയ്യണത്. എനിക്കത് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഞാനിങ്ങനെ സമ്മറിലേക്കൊക്കെ മേടിക്കുന്ന ഡ്രസ്സുകൾക്കൊന്നും ഒരുപാട് ലൈഫ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണം കുറവായിരിക്കും. ഈ ഒരു സീസണിൽ ഇടാൻ വേണ്ടിയാണ് ഞാൻ സ്പെസിഫിക്കലി മേടിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വർഷങ്ങളോളം ഒന്നും ഇത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കണില്ല. സോ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുമില്ല ഇങ്ങനത്തെ ഡ്രസ്സുകളിൽ. വളരെ കാഷ്വലായിട്ട് ഡെയിലി വെയറിൽ ഇട്ട് പോകാൻ പറ്റുന്ന ഡ്രസ്സുകൾ കുറച്ചെണ്ണം പർച്ചേസ് ചെയ്യും. അപ്പോൾ പിന്നെ അത് അടുത്ത സീസണ് മുന്നേ തന്നെ ഏകദേശം ഡാമേജൊക്കെ ആയിട്ടുണ്ടാവും. കളറൊക്കെ ഫെയ്ഡായി, നൂലൊക്കെ പൊങ്ങി, പുറത്തിടാൻ മേലാത്തൊരവസ്ഥയിലെത്തും. അപ്പോൾ പിന്നെ ഞാൻ ചിലതൊക്കെ വീട്ടിലിടും. യൂസബിൾ ആണെന്നുണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ഒരു ഷോപ്പിംഗ്, അതുപോലെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി. പിന്നെ സാരി മാത്രമേ ഉള്ളൂ ഞാനങ്ങനെ ഒരുപാട് നാൾ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യുന്നത്. ബാക്കി ഒരു ഡ്രസ്സും ഞാനങ്ങനെ ഒരു ലോങ് ടേമിലേക്ക്, പ്രത്യേകിച്ചും ഇതുപോലത്തെ കാഷ്വൽ വെയേഴ്സ് ഒന്നും കൺസിഡർ ചെയ്യാറേ ഇല്ല. റണ്ണിങ് മെറ്റീരിയൽസിനൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും നർമ്മദ, പുളിമൂട്ടിൽ പോവും. സാരീസൊക്കെ ആണെങ്കിൽ പുളിമൂട്ടിൽ, ഷീമാട്ടി. പിന്നെ ബാക്കി ഇങ്ങനത്തെ കാഷ്വൽ വെയേഴ്സിനൊക്കെയാണ് ഞാൻ ട്രെൻഡ്സോ മാക്സോ ഒക്കെ പ്രിഫർ ചെയ്യുക. പിന്നെ സൽവാർ സെറ്റിനൊക്കെയാണ് ഞാൻ കൂടുതലും മിലാന പോവാറ്. പുളിമൂട്ടിൽ നിന്ന് എടുക്കാറുണ്ട്, ഷീമാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നാലും കൂടുതലും മിലാനയായിരിക്കും അതിന് പ്രിഫർ ചെയ്യുക. എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് എനിക്ക് നല്ലതായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ടൈപ്പും കളറും ഫിറ്റിങ്ങും എല്ലാം ഉള്ള കുറച്ച്
കോട്ട് സെറ്റ്സും കുർത്തയൊക്കെ കിട്ടി. ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. ആൻഡ് പ്ലീസ് ഡു കമൻറ്റ് ബിലോ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതായിരിക്കുമെന്ന്. പിന്നെ പോണ വഴി 2 ബാഗ് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്ന് നോക്കി, ഒരു ദർശന സുഖം, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഇവിടെ അവസാനിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകുന്നത് ഈ മാക്സിന് തൊട്ടടുത്ത് തന്നെ ആൻസിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെയാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ഇവിടുത്തെ ഒരു ഫുഡ് ടേസ്റ്റ്, അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ എനിക്കിഷ്ടമാണ്. എന്നുവെച്ചാൽ നോർമലി നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും എന്തോ ഒരു വ്യത്യാസം ഇവരുടെ ഒരു കൂട്ടിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങനെ വലിയ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യുന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ ബീഫ് റോസ്റ്റും പൊറോട്ടയും തന്നെയാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു ബീഫ് റോസ്റ്റിന് പോലും എന്തോ ഒരു ചേഞ്ച് ഉണ്ട്. ആ ഒരു റെസിപ്പിയിൽ എന്തോ ഒരു ഡിഫറൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്തു. ഇതിന് മുൻപ് നമ്മൾ ഇവിടുന്ന് ഒരു ചിക്കൻ സ്റ്റേക്ക് കഴിച്ചപ്പോഴും എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. അങ്ങനെ എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കോട്ടയം പ്രത്യേകിച്ച് പാലക്കാർക്ക് ഒരു വികാരമാണ് ആൻസ് എന്നാണ് പൊതുവേ ഒരു പറച്ചിൽ. അപ്പോൾ എനിവേ ഡിന്നർ കഴിഞ്ഞു. ഇനിയിപ്പം ഞാൻ പുളിമൂട്ടിൽ കൂടെ ഒന്ന് കയറണം. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ മദറിലോ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി എന്നോടൊരു സൽവാർ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുളിമൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണ സാരി, മന്ത്രകോടി, അതുമായിട്ടനുബന്ധിച്ചെടുത്ത എല്ലാ കാര്യങ്ങളും പുളിമൂട്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണ് കെട്ടി പുളിമൂട്ടിൽ കയറ്റി വിട്ടാലും എനിക്ക് ഏകദേശം അവിടുത്തെ എവിടെയാണ് എല്ലാം ഇരിക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഓടി വന്നു സൽവാർ ഷടപടയെന്ന് ചൂസ് ചെയ്തു. ആളുടെ ഒരു രൂപവും കളറും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ എൻ്റെ ഒരു കഴിവനുസരിച്ച് ഒരു സൽവാർ അങ്ങ് ചൂസ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ ഒരു ഷോപ്പിങ്ങും കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ കടയിൽ വന്ന് കണ്ട് എടുക്കുമ്പോഴാണ് ഒരു തൃപ്തി. ഇവിടെയൊക്കെ ആകുമ്പോൾ എനിക്കിങ്ങനെ അറിയാം. ഇതുപോലെ തന്നെയാണ് നർമ്മദ. അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. അവിടെയാണെങ്കിൽ എനിക്ക് എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട്. അപ്പം ഞാൻ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പം അങ്ങനെ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമാണ്. അപ്പം ഭയങ്കര കംഫർട്ടബിളാണ് അവിടെയൊക്കെ എനിക്ക് ഷോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആ ഷോപ്പിങ്ങും കഴിഞ്ഞു. പിന്നെ ഒന്ന് ലുലു കയറി കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ മേടിച്ചു. ലുലുവിൽ പൊതുവേ വീഡിയോ ആൻഡ് ഫോട്ടോ അത്ര അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്തായാലും ഇത്രയും സാധനങ്ങൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം എടുത്തൊക്കെ വെക്കണം. അതിന് മുൻപ് എനിക്ക് ആമസോണിൽ നിന്ന് ഒരു പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തതാണ്, കോട്ടൺ. അപ്പം ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമായിരുന്നു. ആക്ച്വലി ഈ ഓപ്പൺ ചെയ്ത ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആണ്. പക്ഷേ എനിക്ക് അത്രയും ഒരു പെർഫെക്റ്റ്, അതായത് നമ്മളെ ഇട്ട് തയ്ച്ച പോലെ എന്ന് പറയില്ലേ, അതുപോലെ ഇരിക്കണത് അത്ര ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ കോട്ടണൊക്കെ ഇടുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐറ്റം റിട്ടേൺ ചെയ്തിട്ട് നെക്സ്റ്റ് സൈസാണ് മേടിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആക്ച്വലി വെരി ഗുഡ് ക്വാളിറ്റി, വെരി ഗുഡ് ഫിറ്റിംഗ്, വെരി വെരി ഗുഡ് കളർ ആൻഡ് പാറ്റേൺ. പക്ഷെ ഞാൻ നെക്സ്റ്റ് സൈസ് ചൂസ് ചെയ്തു. അപ്പോൾ നിങ്ങളതിൻ്റെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ട് കിടക്കണതാണ് ഇഷ്ടമെങ്കിൽ ആക്ച്വൽ സൈസിനേക്കാളും നെക്സ്റ്റ് സൈസ് ചൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു കോട്ട് സെറ്റിൻ്റെ കഥ. പിന്നെ വന്ന വഴി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഡ്രസ്സ് പോലും മാറാതെ പാവം എൻ്റെ കെട്ടിയവൻ വെള്ളം ഒഴിക്കുക ചെടിക്ക്. ഈ ഒരു സമ്മർ ആകുമ്പോഴേ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുമ്പോൾ തന്നെ ചെടിയൊക്കെ അങ്ങ് വാടി, എന്തൊരു കഷ്ടമല്ലേ പാവം ചെടികൾ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും. അപ്പോൾ അതുകൊണ്ട് ആൾ വീട്ടിൽ കയറുന്നതിന് മുന്നേ തന്നെ ചെടി വെള്ളം നനയ്ക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ഞാനൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ മേടിച്ച സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുക, പിന്നെ വീടുകളിലേക്കൊന്ന് വിളിക്കുക, എൻ്റെ വീട്ടിൽ വീഡിയോ കോൾ ചെയ്ത് അമ്മയച്ഛനെയൊക്കെ പുതിയ ഐറ്റംസൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അത്രയൊക്കെ ഇന്നുള്ളൂ. നല്ല ടയർഡാണ്. ഇത്രയും ലേറ്റായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് പറ്റില്ല പിന്നെ ഒന്നും ചെയ്യാനായിട്ട്. പിന്നെ അങ്ങനെ ഒരു ഈവനിങ് ജസ്റ്റ് വിട്ടു, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാലേ ഞങ്ങളുടെ ഒരു കോമൺ ഒരു സ്വഭാവമാണേ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഐറ്റം മേടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് അപ്പം തന്നെ നമുക്ക് കേൾക്കണം. ഇപ്പം അവരെങ്ങാനും കണ്ടില്ലെങ്കിൽ ഞങ്ങൾ അപ്പം വിളിക്കും. എന്നിട്ട് കണ്ടില്ലേ ഇപ്പം തന്നെ പറ കമൻറ്റ്സ് പറ. അങ്ങനെയാണ് അത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഫോട്ടോസ് ഇടലും കമൻറ്റ് പറയലും ഞങ്ങൾക്കൊരു ഹരമാണത്. പ്രത്യേകിച്ച് എൻ്റേത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ ഞാൻ വീഡിയോ കോളിലൂടെ ചെയ്ത് കാണിച്ചു കൊടുക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു കാര്യമാണ് അത്. അപ്പം അതുകൊണ്ടാണ് എത്ര രാത്രിയായിട്ടും ഇതവരെ ഒന്ന് ഇട്ട് കാണിക്കണം, ഒരെണ്ണമെങ്കിലും എനിക്കൊന്ന് ഇട്ട് കാണിച്ച് ഒരു ഷോ ഒന്ന് കാണിക്കണം. അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പം എനിക്കൊരു സമാധാനമായി. ഇനിയിപ്പോൾ എല്ലാം മടക്കി വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാം. എന്താല്ലേ. അപ്പോൾ വീഡിയോ കോളെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി സാധനങ്ങളെല്ലാം എടുത്ത് തിരിച്ച്, ഡ്രസ്സൊക്കെ എടുത്ത് തിരിച്ച്
വാർഡ്രോബിലോ ഒക്കെ വെക്കണം. പിന്നെ റിട്ടേൺ ചെയ്യാനുള്ളത് പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ ലുലുന്ന് മേടിച്ച സാധനങ്ങളൊക്കെ ഡ്രോയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെയാകുമ്പോൾ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷ് സ്റ്റാർട്ടായിരിക്കുമല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ്. ചെറിയൊരു വ്ളോഗാണ്. പിന്നെ എൻ്റെ ഷോപ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.